അപ്പോൾ നമ്മൾ ഇന്നലെ തങ്ങിയത് കാഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് നമ്മൾ ഇന്നലെ തങ്ങിയത്. അപ്പോൾ നമ്മൾ കാഞ്ചിക്കോട് നിന്ന് നമ്മൾ നേരെ പോകുന്നത് വാളയാർ ചെക്ക് പോസ്റ്റ് വഴിയാണ് നമ്മൾ കോയമ്പത്തൂർ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പിടിയിലേക്ക് അല്ല ഇന്നലെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്ന് കയറണ്ടല്ലോ, അതൊരു എളുപ്പമായി. ട്രാഫിക് പുതിയൊരു താറ് കിടക്കണം. വരണ വഴിക്ക് നമുക്ക് ഇഷ്ടം പോലെ കണ്ടെയ്നർ ലോറികൾ കാണാം. റോട്ടിൽ കൂടെ പോകുന്നതും സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്നതും. ടോൾ പാസ് എത്തി. ഏകദേശം ഒരു അര കിലോമീറ്ററും കൂടെ ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം അപ്പം കാഞ്ചിക്കോട് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് വാളയാർ ചെക്ക് പോസ്റ്റ് വരെ. വാളയാർ പരമശിവം. എത്തി ഇതോ കണ്ടോ, ഇതാണ് നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് കഴിയുമ്പോഴാണ് തമിഴ്നാട് കയറി തുടങ്ങുന്നത്. പാലക്കാട് തമിഴ്നാടിൻ്റെ ബോർഡറിലാണ് ഈ വാളയാർ ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് വണ്ടികൾ ഇട്ടിട്ടുണ്ട്. ഊക്കൻ ട്രെയിന് വണ്ടികളൊക്കെ ഇതാ പോകുന്നുണ്ട്. ഇവിടെ ടോൾ പാസ്സാണ്. ഒരുപാട് ലോഡ് വണ്ടി തോന്നുന്നുണ്ട്. ഒരുപാട് ലോഡ് വണ്ടി. അപ്പോൾ ഇതാണ് മച്ചാന്മാരെ നമ്മളെ വാളയാർ ചെക്ക് പോസ്റ്റ്. എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. വലിയ ലോറികളൊക്കെ താപ്പും. ഏറ്റവും വലിയ ലോറിയാണ് കേട്ടോ, കണ്ടെയ്നർ ലോറി. അപ്പോൾ നമുക്ക് തിരിച്ച് പോവാം. നമ്മളെ വണ്ടി നമ്മളെയും കത്തുന്നതാ കിടക്കണം. അപ്പം മച്ചാനെ, ഇപ്പം നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്ന കാര്യം വളരെ പരമാവധിയാണ്. അപ്പം നമ്മൾ സൈഡിലോട്ട് കയറിയ സൈഡിലോട്ട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തണലുണ്ട്, ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇത്തിരി മരമുണ്ട്. അപ്പം നമ്മളെ വണ്ടി ഒന്ന് കാണാം. അപ്പം നമ്മൾ ഇതിനാണ് യാത്ര ചെയ്ത് വന്നത്, ബലോന, മാരുതി ബലോന. അപ്പം നമ്മൾ വണ്ടിയുടെ ഗുണങ്ങളും കുറച്ച് ദോഷങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നാണ് വന്നത്. ട്രിവാൻഡ്രത്തു നിന്ന് പാലക്കാട് നേരെ കാഞ്ചിക്കോട് വന്നാണ് നമ്മൾ തങ്ങിയത്. അപ്പം ഇതാണ് നമ്മളെ വണ്ടി, KL 01 CN 2681 നമ്മളെ വണ്ടി. അപ്പം ഇത് 2019 മോഡൽ ബലോനയാണ്. ഇത് ഫുൾ ഓപ്ഷനല്ല, സെക്കൻഡ് ഓപ്ഷനാണ് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ നമുക്ക് യാത്ര കുഴപ്പമില്ല. നമുക്കൊരു ഇടത്തരം ഫാമിലിക്ക് ഇപ്പോൾ ഒരു 4 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് വരാം. 4 പേര്, മാക്സിമം 4 പേര് അല്ലെങ്കിൽ ഒരു 5 പേര്. അപ്പോൾ നമുക്ക് ഒരു മാക്സിമം 4 പേര് വന്നു കഴിഞ്ഞാൽ അവരുടെ ലഗേജൊക്കെ നമുക്ക് ബാക്കിൽ വയ്ക്കാം. അപ്പോൾ 5 പേരൊക്കെ കഴിഞ്ഞ് ലഗേജൊക്കെ വയ്ക്കാൻ പാടായിരിക്കും. 5 പേരൊക്കെ വന്ന് ലഗേജ് വയ്ക്കാത്തൊരു പാടായിരിക്കും. അപ്പോൾ അതൊരു മാക്സിമം 4 പേര് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇരുന്ന് എന്നൊക്കെ പോവാം. പക്ഷേ ഒരു നെഗറ്റീവ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പം നമ്മൾ ബാക്ക് സൈഡ് ഒരു വേർപ്പുണ്ടാകും. അപ്പോൾ AC ഇട്ടിരുന്നാലും നമ്മൾ ബാക്ക് സൈഡ് നല്ല വിഷപ്പുണ്ടാകും. ആ ഉടുപ്പിൽ നമ്മൾ ആ വിഷപ്പ് പറ്റി ഇങ്ങനെ നിൽക്കും. അപ്പോൾ AC ഇത്ര ചെറിയൊരു പവർ കുറവുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. പിന്നെ നമുക്ക് ഇത്ര 10 ലക്ഷം രൂപയ്ക്കകത്തുള്ള വണ്ടിയില്ല. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് വരുള്ളൂ. എന്തായാലും നമുക്ക് ഇന്നോവ പോലത്തെ ഫെസിലിറ്റി നമുക്കിതിൽ കിട്ടത്തില്ല.
അപ്പം ഇതാണ് നമ്മളുടെ ഇപ്പം ഇത് നല്ലൊരു വണ്ടിയാണ്. നമുക്ക് ഒരു ഫാമിലിക്ക് യാത്ര ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. സുഖമായിട്ട് നമുക്ക് യാത്ര സുഖമൊക്കെ കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത് ഇവിടെ നിന്ന് നേരെ പോകേണ്ടത് നമുക്ക് കോയമ്പത്തൂർ പോണ വഴിക്ക് അവിടെ ഒരു കടയിൽ, ഒരു തുണിക്കടയിൽ ഈ തുണികൾ തൂക്കി വിൽക്കുന്ന ഒരു സംഗതി ഉണ്ടെന്ന് കേട്ടോ. അപ്പം എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോഴേ ഇതാണ് കട. അപ്പം ഞാൻ എന്തായാലും ഫോട്ടോ ഇട്ട് തരാം. ഇപ്പോൾ എല്ലാ തുണികൾക്കും ഇവിടെ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ ടോപ്പുകൾക്കും എല്ലാ തുണികൾക്കും തൂക്കി വിൽപ്പനയില്ല. അപ്പം ചില തുണികൾക്ക് മാത്രമേ ഇവിടെ തൂക്കി വിൽപ്പനയുള്ളൂ, എല്ലാ തുണിക്കില്ല. അപ്പോൾ എന്താണെന്ന് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ടേബിൾ വെച്ചിരിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് തൂക്കി വിൽപ്പന. ഈ ടേബിൾ അതായത് കൊച്ചു പിള്ളേർക്കുള്ള ഡ്രസ്സ്, പിന്നെ ട്രാക്ക് സ്യൂട്ടാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. കൊച്ചു പിള്ളേരുടെ പാൻറ്റ്, ഉടുപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ടേബിളിൽ വെച്ചിരിക്കണം മാത്രമാണ് തൂക്കി വിൽപ്പന എന്ന് പറയുന്നത്. ഇതുണ്ട്, ഇത് നല്ലൊരു ട്രാക്ക് സ്യൂട്ടാണ് കേട്ടോ, നല്ല പാൻറ്റാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ട്രാക്ക് സ്യൂട്ട് ഒന്ന് എടുക്കാം, നോക്കാം. ഇവിടെ അല്ലാതെ ഇതൊക്കെ എത്രയാണ് വില? ടോപ്പല്ലേ? എത്ര? നൈറ്റിയാണത്. ഓ, ഇത് നൈറ്റിയാണ് കേട്ടോ. ഇത് നൈറ്റി 230 വരെയുള്ളൂ അല്ലേ? 230 വരെയാണ് വില. കുറയൊന്നും തോന്നണം. 230 വരെയാണ് കേട്ടോ. കൊള്ളാം, നല്ല സാധനം. തുണി എങ്ങനെയുണ്ട്? കൊള്ളാമോ? വലിയ കുഴപ്പമില്ല അല്ലേ? തുണി വലിയ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ കൊച്ചു പിള്ളേർക്കെല്ലാം ടേബിളിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചു പിള്ളേരുടെ അപ്പം എന്തായാലും നമ്മളെ എൻ്റെ മോളെ തന്നെ സെലക്ട് ചെയ്തോ നോക്കിയെടുത്തോ. അപ്പോൾ ഈ ടേബിൾ വെച്ചിരിക്കുന്ന സാധനങ്ങൾ തൂക്കി വിൽക്കാനാണ്, തൂക്കിയാണ് കൊടുക്കുന്നത്. നമ്മൾ തൂക്കിയെടുക്കാനുള്ള ഡ്രസ്സ് അവിടെ ട്രാസിൽ വെച്ചൊക്കെയാണ്. അപ്പോൾ തൂക്കിയെടുക്കാം. അപ്പോൾ എത്ര കിലോ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ചേട്ടാ, എത്ര കിലോ ഉണ്ട്? എത്ര വരും? 1432. ഏറ്റവും മേളിൽ പറഞ്ഞത് വെയിറ്റ് അല്ലേ? ഏറ്റവും താഴെ പറഞ്ഞ റേറ്റ് 1423 രൂപ. അതായത് എത്ര? 2.5 കിലോ ഉണ്ടല്ലേ? 2.25 കിലോ ഉണ്ടല്ലേ? അതിന് 2.5 കിലോ ഉണ്ട്. അപ്പോൾ 2.5 കിലോ ഉണ്ട്. ഇതാ ഇതിൻ്റെ വെയിറ്റ് മേളിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന പൈസയാണ്. ടോട്ടൽ പ്രൈസ് വന്നിട്ട് 1425. ഓക്കെ, നല്ല ലാഭമുണ്ട് കേട്ടോ. കാരണം ഈ ട്രാക്ക് സൂട്ടൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുക്കണമെങ്കിൽ നല്ല വിലയാവും. എങ്ങനെയായിരുന്നൊരു ട്രാക്ക് സൂട്ടിന് എങ്ങനെയായിരുന്നൊരു 250-300 കൊടുക്കേണ്ടി വരും അല്ലേ നമ്മുടെ നാട്ടിൽ? പിന്നെ ഞാൻ തന്നെ ഏകദേശം 5-6 ട്രാക്ക് സൂട്ട് എടുത്തു. പിന്നെ അല്ലാതെ ടീഷർട്ട് എടുത്തു, പിന്നെ കൊച്ചിനെടുത്തു, വൈഫിനെടുത്തു. അപ്പോൾ എന്തായാലും കൊള്ളാം. ടോട്ടൽ ഒരു 1425 രൂപയാണ് റേറ്റ്. 2.5 കിലോ ഉണ്ട്. കൊള്ളാം, റേറ്റ് കുറവുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഈ കടയുടെ പേര് കളേഴ്സ് എന്നാണ്. തിരുപ്പൂർ കോട്ടൺ തുണികളാണ് ഇവിടെ വിൽക്കുന്നത് കേട്ടോ. അപ്പം നല്ല തുണിയാണ്, നല്ല മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അപ്പം കടയുടെ പേര് ഇതാ വിൽക്കുക, കളേഴ്സ് എന്നാണ് പേര്. തിരുപ്പൂർ കളേഴ്സ് എന്നാണ് ഈ കടയുടെ പേര്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് തുണി എടുത്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാൻ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. അപ്പം എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ വഴിക്ക് ഇങ്ങോട്ട് നിന്ന് ഇറങ്ങാൻ നോക്കുക. എന്തായാലും നല്ല ലാഭത്തിന് നമുക്കിവിടെ തുണി കിട്ടും. നല്ല ലാഭത്തിന് എന്തായാലും തുണി കിട്ടും. അപ്പോൾ കോയമ്പത്തൂർ, പാലക്കാടൊക്കെ പറഞ്ഞവർക്ക് ഇവിടെ വന്ന് തുണി എടുക്കാൻ എന്തായാലും നല്ല ലാഭമായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ അടുത്ത് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, സർക്കാർ നിർമ്മിച്ച പുതിയ ടണൽ. എനിക്കതൊരു 1/2 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. ഈ സംഗതി ഇത് 1/2 കിലോമീറ്ററേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ.
ഹായ്, ഇതാണ് പുതിയ പാലക്കാട് ടണൽ. അപ്പം നമ്മൾ ഇതുവഴിയാണ് പോയത്. അപ്പോൾ എന്തായാലും ഇതിനകത്തോട്ട് പോകാൻ നല്ല രസമുണ്ട്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് പണി ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ വർക്കൊക്കെ സൂപ്പറായിട്ടുണ്ട്. അടിപൊളി തന്നെയാണ്. ഇതാണ് പാലക്കാട് പുതിയ ടണൽ. ഇപ്പം എന്തായാലും ഈ ടണൽ വന്നോടെ നമുക്ക് കോയമ്പത്തൂർ, പാലക്കാട് കോയമ്പത്തൂർ പോകാൻ എളുപ്പ റൂട്ടാണ്. കിലോമീറ്റർ കുറച്ചേ ഉള്ളൂ, എളുപ്പ റൂട്ടാണ്. അപ്പോൾ ഈ ടണൽ വന്നോടെ ഇവിടെ ഈ പാലക്കാട് കോയമ്പത്തൂർ പോകാനായിട്ട് എളുപ്പ റൂട്ടാണ്. എന്തായാലും ഈ പാറയൊക്കെ തുറന്ന് പോയത് ഒരു അപാര ഇത് തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ അടിപൊളി സൂപ്പർ തന്നെയാണ്. ഈ പാറയൊക്കെ തുറന്ന് ഇത്രയും വലിയൊരു ടണൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എൻജിനീയറിങ്ങിൻ്റെ സൂപ്പർ വർക്ക് തന്നെയാണ്.